ചേർത്തലയിലെ ദുരൂഹ തിരോധാന കേസുകളിലെ പ്രതിയായ സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്ന് ആയുധങ്ങൾ കണ്ടെത്തി ക്രൈംബ്രാഞ്ച്. കോട്ടയം വെട്ടിമുകളിലെ ഭാര്യ വീട്ടിൽ നിർത്തിയിട്ടിരുന്ന കാറിൽ നിന്നാണ് ആയുധങ്ങൾ കണ്ടെത്തിയത്. കത്തിയും ചുറ്റികയും കാലി ഡീസൽ കന്നാസും ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളാണ് പിടികൂടിയത്. ഐഷ തിരോധാന കേസിൽ സെബാസ്റ്റ്യന്റെ സുഹൃത്ത് റോസമ്മയെ പോലീസ് വീണ്ടും ചോദ്യം ചെയ്യും. ഇന്നലെ രാത്രിയാണ് സെബാസ്റ്റ്യന്റെ ഭാര്യ വീട്ടിൽ ക്രൈംബ്രാഞ്ച് സംഘം പരിശോധന നടത്തിയത്. മാസങ്ങളായി നിർത്തിയിട്ടിരുന്ന കാറിൽ നിന്നുമാണ് മാരകായുധങ്ങളും കാലിക്കന്നാസും കണ്ടെത്തിയത്. പള്ളിപ്പുറത്തെ വീട്ടിൽ നിന്നും കത്തിക്കരിഞ്ഞ നിലയിൽ അസ്ഥികൂടവും വാച്ചും കണ്ടെത്തിയിരുന്നു. ഇതിനായി സെബാസ്റ്റ്യൻ ഉപയോഗിച്ചിരുന്നതാണ് കന്നാസ് എന്നാണ് വിലയിരുത്തൽ. ആയുധങ്ങൾ സെബാസ്റ്റ്യനെ സംശയിക്കുന്ന തിരോധാന കേസുകളിലെ സ്ത്രീകളെ അപായപ്പെടുത്താൻ ഉപയോഗിച്ചതാണെന്നും വിലയിരുത്തുന്നു. ആയുധങ്ങൾക്ക് തിരോധാന കേസുമായി ബന്ധമുണ്ടോ എന്ന് ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷമേ വ്യക്തമാകൂ. ജൈനമ്മയെ പരിചയമുണ്ടെന്ന് സെബാസ്റ്റ്യൻ സമ്മതിച്ചതായാണ് വിവരം. എന്നാൽ പ്രതി മറ്റു വിവരങ്ങളൊന്നും തന്നെ പങ്കുവയ്ക്കുന്നില്ല. ചേർത്തലയിലെ ഐഷ തിരോധാന കേസിൽ സെബാസ്റ്റ്യന്റെ സുഹൃത്ത് റോസമ്മയെ പോലീസ് വീണ്ടും ചോദ്യം ചെയ്യും. 2012 ഐഷയെ കാണാതായെന്ന പരാതി ലഭിക്കുന്നത്. എന്നാൽ 2016 സ്ഥലക്കച്ചവടവുമായി ബന്ധപ്പെട്ട് ഐഷയും സെബാസ്റ്റ്യനും എത്തിയെന്ന റോസമ്മയുടെ മൊഴിയാണ് കേസിൽ അന്വേഷണ സംഘത്തെ കുഴയ്ക്കുന്നത്. ഭൂമിയുടെ ഇടപാടുമായി ബന്ധപ്പെട്ട ഐഷയെ സെബാസ്റ്റ്യന് പരിചയപ്പെടുത്തിയത് റോസമ്മയെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ഇതോടെയാണ് റോസമ്മയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്താൻ ചേർത്തല പോലീസ് തയ്യാറെടുക്കുന്നത്. മാത്രമല്ല, റോസമ്മയും സെബാസ്റ്റ്യനും തമ്മിലുള്ള അടുപ്പം സൂചിപ്പിക്കുന്ന കൂടുതൽ തെളിവുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. കോഴിഫാമിന്റെ ലൈസൻസിനായി അപേക്ഷ നൽകാൻ 2017 റോസമ്മയും സെബാസ്റ്റ്യനും ഒരുമിച്ച് ചേർത്തല നഗരസഭയിലെത്തിയതായി അന്വേഷണ സംഘം കണ്ടെത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.